ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. നിങ്ങൾക്ക് വോയിസ് ക്ലിയർ ആണോ? ജസ്റ്റ് വോയിസ് ക്ലിയർ ആണെങ്കിൽ ഓക്കെ എന്നൊന്ന് കമന്റ് ബോക്സിൽ പറയുക. യെസ്, ഓക്കെ, ഗുഡ്. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡെമോ ക്ലാസ്സിൽ എടുക്കുന്നത് ന്യൂക്ലിയർ ഫിസിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പോർഷൻ ആണ്. അപ്പോൾ CSE നെറ്റിൽ പാർട്ട് സിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു പോർഷനാണ് ന്യൂക്ലിയർ ഫിസിക്സിന്റെ പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ ഭാഗത്ത് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുകയാണെങ്കിൽ കുറേ ക്വസ്റ്റ്യൻസ് ഈ ഭാഗം റിലേറ്റഡ് ആയി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഇത് റിലേറ്റഡ് ആയിട്ട് ഏതൊക്കെ ബുക്സ് വായിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, മിസ് ക്ലാസ് എടുക്കുന്നില്ല, പിന്നെ എന്തിനാ ബുക്സിന്റെ ആവശ്യം എന്ന്. എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ നെറ്റ് എഴുതുന്ന കൂടെ തന്നെ ഗേറ്റ് എഴുതുന്ന കുട്ടികളുണ്ടാവും. നെറ്റ് എക്സാമിന്റെ കൂടെ തന്നെ ഗേറ്റ് എക്സാം എഴുതുന്ന കുട്ടികളും ഉണ്ടാവും അല്ലേ? അപ്പൊ ഈ ഗേറ്റ് എക്സാമിലൊക്കെ വളരെ കൺസെപ്ഷ്യൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. അപ്പോൾ എക്സാമ്പിൾ കാണിച്ചു തരാം. The order of magnitude of binding energy per nucleon in nucleus is ഒക്കെ പറഞ്ഞിട്ട് വളരെ കൺസെപ്ഷ്യൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ബുക്സും കൂടെ വായിക്കണം. ഈ ബുക്സ് അത് നിങ്ങൾക്ക് നിങ്ങൾ PGക്ക് പഠിച്ചിട്ടുള്ള കെന്നത്ത് ക്രെയിൻ്റെ ബുക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഏറ്റവും നല്ല ബുക്ക് എന്ന് പറയുന്നതും ഇൻട്രൊഡക്ഷൻ ടു ന്യൂക്ലിയർ ഫിസിക്സ് ബൈ കെന്നത്ത് ക്രെയിൻ. ഫിസിക്സ് ബൈ കെന്നത്ത് ക്രെയിൻ, അതാണ് ഏറ്റവും നല്ല ബുക്ക് എന്ന് പറയുന്നത്. ഇനി അത് നിങ്ങൾക്ക് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല എങ്കിൽ ഇന്ത്യൻ ഇതായിട്ടുള്ള ന്യൂക്ലിയർ ഫിസിക്സ് ബൈ SN ഘോഷാൽ, SN ഘോഷാൽ ഈ ബുക്ക് വായിച്ചു നോക്കാം. ഓക്കെ. ഇനി പ്രോബ്ലം ചെയ്യാനാണെങ്കിൽ മോഡേൺ ഫിസിക്സ് ബൈ ലിം സീരീസ് ഉണ്ട്. അതിപ്പോൾ എല്ലാ സബ്ജക്റ്റിനായി കഴിഞ്ഞാലും ലിം സീരീസ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്കിന്റെ സീരീസ് ഉണ്ട്. അതിൽ കുറച്ച് ഹയർ ടഫ് ആയിട്ടുള്ള മോഡലിലെ ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഈ മോഡലിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഏതിന് യൂസ് ചെയ്യാം? ഈ നെറ്റിനൊക്കെ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസിന്റെ മോഡൽ വരുന്നത് ഈ ലിം സീരീസിലുള്ളതാണ്. നിങ്ങൾ ഡയറക്ട്ലി ലിം സീരീസിലേക്ക് പോകണം എന്നല്ല പറയുന്നത്. നിങ്ങൾ ആദ്യം ന്യൂക്ലിയർ ഫിസിക്സ് കെന്നത്ത് ക്രെയിനും SN ഘോഷാലിലൊക്കെ പ്രോബ്ലംസും, പിന്നെ നമ്മൾ +2 പഠിച്ചിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ട് ന്യൂക്ലിയർ ഫിസിക്സ് പഠിച്ചിട്ടില്ലേ, അന്ന് പഠിച്ചിട്ടുള്ള പ്രോബ്ലംസ്, ഡിഗ്രിക്ക് പഠിച്ച സമയത്ത് ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ ഇങ്ങനെ ചെയ്ത് വരിക. ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ലിം സീരീസിലേക്ക് വരിക. നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് തരും, അതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ലിം സീരീസിലേക്ക് വരിക. കാരണം ലിം സീരീസിലെ പ്രോബ്ലംസ് കുറച്ച് ടഫാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ ആവും അല്ലേ? അപ്പോൾ അതിലേക്ക് വരിക. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട മെയിൻ ബുക്കുകൾ എന്ന് പറയുന്നത്. കെന്നത്ത് ക്രെയിൻ്റെ ബുക്കാണ് മെയിൻ ആയിട്ട് വേണ്ടത്. പിന്നെ വേണ്ടത് SN ഘോഷാലിന്റെ ന്യൂക്ലിയർ ഫിസിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക്. അത് കഴിഞ്ഞ് പ്രോബ്ലം ചെയ്യാനാണെങ്കിൽ ലിം സീരീസിന്റെ ബുക്കിലേക്ക് വരും. ഇനി നമ്മൾ കൺസെപ്റ്റിലേക്ക് പോവുകയാണ്. നമ്മളിപ്പോൾ ഇന്ന് പറയുന്ന പോർഷനിൽ അധികവും വന്നിട്ടുള്ളത് ഗേറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കാരണം നെറ്റിനെ ബേസ് ചെയ്തും വന്നിട്ടുണ്ട്, ഗേറ്റിനെ ബേസ് ചെയ്തും വന്നിട്ടുണ്ട്. അധിക ഭാഗം വന്നിട്ടുള്ളത് ഗേറ്റിന്റെ ബേസ് ചെയ്തിട്ട്. ഗേറ്റിന്റെ 2000 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും അത്. അപ്പോൾ 2000 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ആദ്യ ഭാഗത്തൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഈ ന്യൂക്ലിയർ ഫിസിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന പോർഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ന്യൂക്ലിയർ ഫിസിക്സിൽ ഫസ്റ്റ് അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയസ്. നമ്മൾ ഹൈസ്കൂൾ മുതലേ പഠിക്കുന്ന കാര്യം, ഹൈസ്കൂൾ അല്ല, ഹയർ സെക്കൻഡറി മുതലേ പഠിക്കുന്ന കാര്യമാണ് പ്രോപ്പർട്ടീസ് ഓഫ് എ ന്യൂക്ലിയസ്. അതിൽ ഫസ്റ്റ് കാര്യമാണ് റേഡിയസ്. റേഡിയസ് ഓഫ് എ ന്യൂക്ലിയസ്. നമുക്കറിയാം, ഒരു ന്യൂക്ലിയസ് എടുക്കുകയാണെങ്കിൽ, ഒരു ചെറിയ എലമെന്റ് എടുക്കുകയാണെങ്കിൽ അതിന്റെ വോളിയം എന്ന് പറയുന്നത് ഇത്രേ ഉണ്ടാവുള്ളൂ. അതായത് ഒരു വലിയ ഇതെടുക്കുകയാണെങ്കിൽ, ഒരു വലിയ എലമെന്റ് എടുക്കുകയാണെങ്കിൽ അതിന്റെ വോളിയം എന്ന് പറയുന്നത് കൂടി വരുന്നത് കാണാം. അതായത് വോളിയം എന്ന് പറയുന്നത് എന്തിന് പ്രപ്പോർഷണൽ ആണെന്ന് നമുക്ക് കാണാൻ പറ്റും? അറ്റോമിക് മാസിന് പ്രപ്പോർഷണൽ ആണെന്നുള്ള ഫാക്ടർ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഹൈഡ്രജൻ, ലിഥിയം അങ്ങനെ പോയി നൈട്രജൻ, കാർബൺ ഒക്കെ വരുമ്പോഴേക്ക് ഹൈഡ്രജന്റെ സൈസ് അല്ല കാർബൺ ഉണ്ടാവുക. കാരണം ഹൈഡ്രജൻ ചെറിയ സൈസ് ആയിരിക്കും. കാരണം എന്താണ്? ഹൈഡ്രജൻ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. എന്നാൽ നൈട്രജന്റെയും കാർബണിന്റെ ഒക്കെ നോക്കുകയാണെങ്കിൽ അതിന്റെ സൈസ് എന്ന് പറയുന്നത് കുറച്ച് വലുതാണ് അല്ലെ? ഇത് ഞാനിവിടെ പറയാൻ കാരണമുണ്ട്. ഇതൊരു പ്രാവശ്യം ഗേറ്റിന് ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, the volume of a nucleus in an atom is proportional to. ഗേറ്റ് 2004 ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആണ്. The volume of an atom
വോളിയം ഓഫ് എ ന്യൂക്ലിയസ് ഇൻ ആൻ ആറ്റം ഈസ് പ്രൊപ്പോർഷണൽ ടു ഏതായിരിക്കും ആൻസർ വരിക? മാസ് നമ്പർ, പ്രോട്ടോൺ നമ്പർ, ന്യൂട്രോൺ നമ്പർ, ഇലക്ട്രോൺ നമ്പർ. വളരെ ബേസിക് ആയി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. കമന്റ് ബോക്സിൽ ആൻസർ പറഞ്ഞോളൂ. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? വോളിയം ഓഫ് എ ന്യൂക്ലിയസ് ഇൻ ആൻ ആറ്റം എന്ന് പറയുന്നത് ഏത് ഫാക്ടറിന് പ്രൊപ്പോർഷണൽ ആണ്? ഗേറ്റിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരിക. നമ്മൾ ആ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ട് മനസ്സിലാക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഗേറ്റിന് വരിക. നെറ്റിന് നേരെ തിരിച്ചാം. നെറ്റിന് ആ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് യെസ് ഗുഡ് മനസ്സിലാക്കിയിട്ട് അത് വെച്ചിട്ടുള്ള പ്രോബ്ലം ആയിരിക്കും നെറ്റിന് വരിക. നെറ്റ് കുറച്ചും കൂടെ ടഫാണ്. ഗേറ്റ് നമുക്ക് ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. യെസ് ഗുഡ്. മാസ് നമ്പർ. അപ്പോൾ വോളിയം എന്ന് പറയുന്നത് മാസ് നമ്പറിന് പ്രൊപ്പോർഷണലാണ്. അത് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇനി വോളിയം എന്ന് പറയുന്നത് അറ്റോമിക് മാസിന് പ്രൊപ്പോർഷണൽ ആണ്, അല്ലെങ്കിൽ മാസ് നമ്പറിന് പ്രൊപ്പോർഷണൽ ആണ്. ഇനി വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി എന്താ എടുക്കുന്നത്? ഒരു സ്പെറിക്കൽ ന്യൂക്ലിയസ് ആയിട്ടാണ് നമ്മൾ ന്യൂക്ലിയസിന്റെ ഷേപ്പ് എടുക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 4/3 πr³ ഈസ് പ്രൊപ്പോർഷണൽ ടു അറ്റോമിക് മാസ് എ. അല്ലെങ്കിൽ മാസ് അറ്റോമിക് മാസ് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? നേരത്തെ കൺഫ്യൂഷൻ ഉണ്ടാവും ടച്ച് ഇല്ലാത്തവർക്ക്, ടച്ച് വിട്ടുപോയവർക്ക്. മാസ് നമ്പർ അല്ലെങ്കിൽ അറ്റോമിക് മാസ് രണ്ടും സെയിം ആണ്. അതിനെ എ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഈ ഒരു റിലേഷൻ നമുക്ക് എന്ത് പറയാൻ പറ്റും? R ഈസ് പ്രൊപ്പോർഷണൽ ടു A raised to 1/3. R ഈസ് പ്രൊപ്പോർഷണൽ ടു A raised to 1/3 എന്നുള്ള റിലേഷൻ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും അല്ലേ? അപ്പോൾ R ഈക്വൽ ടു കോൺസ്റ്റന്റ് വാല്യൂ വരുന്നത് R0 A raised to 1/3 എന്നാണ്. ഈ R0ന്റെ വാല്യൂ എന്ന് പറയുന്നത് 1.2 ഫെർമിമീറ്റർ മുതൽ 1.4 ഫെർമിമീറ്റർ വരെ വരാറുണ്ട്. R0യുടെ വാല്യൂ എന്ന് പറയുന്നത് 1.2 ഫെർമിമീറ്റർ മുതൽ 1.4 ഫെർമിമീറ്റർ വരേക്ക് വരാറുണ്ട്. അപ്പോൾ R ഈക്വൽ ടു R0 A raised to 1/3. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരു പോർഷനെ ബേസ് ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് നെറ്റിനും ചോദിച്ചിട്ടുണ്ട്, ഗേറ്റിനും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ക്വസ്റ്റ്യൻസ് ആദ്യം ഡിസ്കസ് ചെയ്യാം. Okay, two spherical nuclei have mass number 216 and 64 with their radius r1 and r2 respectively. The ratio of r1 by r2 is. അപ്പോൾ നിങ്ങൾ ഇവിടെ എന്ത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും ഈ R0യുടെ വാല്യൂ 1.2 ആണോ 1.4 ആണോ നമുക്ക് അറിയില്ലല്ലോ, അത് വേരി ചെയ്യില്ലേ. ഒരിക്കലും അതിന്റെ വാല്യൂ കൊടുത്തിട്ട് ചെയ്യാൻ നിൽക്കരുത്, പ്രോബ്ലം ചെയ്യാൻ നിൽക്കരുത്. 1.2 എന്നൊക്കെ പറഞ്ഞിട്ട് വാല്യൂ കൊടുത്തിട്ട് ചെയ്യാൻ നിൽക്കരുത്. CSIR നെറ്റിന്റെ കേസിൽ, ഗേറ്റിന്റെ കേസിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാം, ബട്ട് നെറ്റിന്റെ കേസിൽ അങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾക്ക് എപ്പോഴും എന്തുണ്ടാവും? ഒരു കമ്പാരിസൺ ചെയ്യാനുള്ളൊരു ഇത് തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? രണ്ട് മാസ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. R1നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാസ് നമ്പർ 216 ആണ് തന്നിട്ടുണ്ട്. R2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാസ് നമ്പർ 64 ആണ് തന്നിട്ടുണ്ട്. അതായത് ഇവിടെ A എന്ന് പറയുന്നത് 216 ആണ്, ഇവിടെ A1, A2 എന്ന് പറയുന്നത് 64 ആണ്. നമുക്ക് അറിയാവുന്ന കാര്യം എന്താണ്? R proportional to A raised to 1/3. Then R1 by R2 is equal to A1 by A2 whole raised to 1/3. ഇങ്ങനെ എഴുതിക്കൂടെ? അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ദ റേഷ്യോ ഓഫ് R1 by R2 ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ R1 by R2 is equal to A1 എത്രയാണ് വന്നിട്ടുള്ളത്? 216 divided by 64 whole raised to 1/3. ഇത് എത്രയാണ് ആൻസർ വരുന്നത്? ഓക്കെ, എത്രയാണ് ഇതിന്റെ ആൻസർ വരുന്നത് ചെയ്ത് നോക്കൂ. ഇത് കാൽക്കുലേറ്റർ ഒന്നും യൂസ് ചെയ്യാണ്ട് നിങ്ങൾ ചെയ്ത് പഠിക്കണേ. 216 ക്യൂബ് റൂട്ട് എടുക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റി ആണ്, 64 ക്യൂബ് റൂട്ട് എടുക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റി ആണ്. ആൻസർ എന്തായിരിക്കും വരിക?
യെസ് 1.5 1.5 എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഗുഡ് 1.5 എന്നുള്ളതാണ് ആൻസർ വരുന്നത്. അപ്പോൾ ഇത് ഗേറ്റിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതും ഗേറ്റിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ്. നെറ്റിന് ഇത് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യണം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നെറ്റ് ജൂൺ 2011 ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ്. ദ റേഡിയസ് ഓഫ് കോപ്പർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് ഒരു സാധനം, മുകളിൽ ഒരു 64 എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഇവിടെ എഴുതിയതിനെ നമ്മൾ എന്ത് വിളിക്കും? അറ്റോമിക് നമ്പർ എന്ന് വിളിക്കും. ഈ മുകളിൽ എഴുതിയതിനെ നമ്മൾ അറ്റോമിക് മാസ് എന്ന് വിളിക്കും. ഇനി അറ്റോമിക് മാസ് അറ്റോമിക് നമ്പർ കുറച്ച് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുക? ന്യൂട്രോൺ നമ്പർ കിട്ടുക. അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദാറ്റ്സ് ഈക്വൽ ടു പ്രോട്ടോൺ നമ്പർ എന്നും കൂടെ പറയാൻ പറ്റും. പ്രോട്ടോൺ നമ്പർ എന്നും കൂടെ പറയാൻ പറ്റും. അപ്പോൾ റേഡിയസ് ഓഫ് കോപ്പറിന്റെ റേഡിയസ് 4.8 into 10⁻⁻13 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ദ റേഡിയസ് ഓഫ് മെഗ്നീഷ്യം എന്ന് പറയുന്നത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വലിയ ബുദ്ധിമുട്ടുകളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. കോപ്പറിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 4.8 into 10⁻13 സെന്റിമീറ്റർ ആണ്. ദാറ്റ് ഈസ് R equal to 4.8 into 10⁻13 സെന്റിമീറ്റർ ഈക്വൽ ടു എന്ത് വരും? R0 a raised to 1/3. a raised to 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 64 raised to 1/3 എന്നുള്ള ആൻസർ കിട്ടും. അപ്പോൾ 64 raised to 1/3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? R0യുടെ വാല്യൂ കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്, നെറ്റിന്റെ കേസിൽ നമ്മൾ ഒരിക്കലും R0യുടെ വാല്യൂ കൊടുക്കരുത്. ഓക്കെ, ആരോ ഷാനയ്ക്ക് ഡൗട്ട് ഉണ്ടോ? ഷാന മറിയം ചോദിച്ചോളൂ. ക്യാമറ മ്യൂട്ട്. ഓക്കെ, അറിയാതെ തട്ടിയതാണെന്ന് തോന്നുന്നുണ്ട്, അറിയാതെ പറ്റിയതാണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ഇക്വേഷൻ നമുക്ക് R0 എന്നുള്ള പാരാമീറ്ററിന്റെ വാല്യൂ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ കിട്ടും. ഈ R0 എന്നുള്ള പാരാമീറ്ററിന്റെ വാല്യൂ വേണം നമ്മൾ എവിടെ കൊടുക്കാൻ? സെക്കൻഡ് ഇക്വേഷനിൽ റേഡിയസ് ഓഫ് ദ ന്യൂക്ലിയസ് കാണുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുന്ന് കിട്ടുന്ന R0യുടെ വാല്യൂ എത്രയാന്നുള്ളത് ചെക്ക് ചെയ്യുക. ഞാൻ ഇതിന്റെ കാൽക്കുലേഷൻ ഒന്നും നോക്കി ചെയ്തിട്ടില്ല. ഓക്കെ, ഗുഡ്. R0യുടെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി എന്ത് ചെയ്യുക? സെക്കൻഡ് കേസിൽ മെഗ്നീഷ്യത്തിന്റെ കേസിൽ 27 ആണ് അറ്റോമിക് മാസ് വന്നിട്ടുള്ളത്. 27 വരുമ്പോൾ 27 raised to 1/3 എന്നുള്ളതും ഇവിടുത്തെ R0ന്റെ വാല്യൂ എന്താ വന്നിട്ടുള്ളത്? 4.8 into 10⁻⁻13 divided by 64 raised to 1/3. ഇതിന്റെ കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ കാൽക്കുലേഷൻ ഒക്കെ കാൽക്കുലേറ്റർ ഇല്ലാണ്ട് തന്നെ ചെയ്ത് പഠിക്കണം. ജസ്റ്റ് 4.8നെ 5 എടുക്കുക, 4.8 എന്നുള്ളതിനെ 5 എടുക്കുക. 27 raised to 1/3 എന്ന് പറയുന്നത് 3 ക്യൂബ് ആണ്. 3 ക്യൂബ് 27 ആണ്. 64നെ 4 raised to 4 ക്യൂബ് ആണ്. അപ്പോൾ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ആ രീതിയിൽ കാൽക്കുലേറ്റർ ഇല്ലാണ്ട് തന്നെ ചെയ്ത് നോക്കുക, ആൻസർ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് നമ്മൾ പറയുന്ന റേഡിയസ് ഓഫ് ദ ന്യൂക്ലിയസിനെ ബേസ് ചെയ്തിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആണോ? ഇത് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡൗട്ട് ചോദിക്കാം, ഹാൻഡ് റൈസ് ചെയ്യാം. നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം, അൺമ്യൂട്ട് ചെയ്തിട്ട് ഡൗട്ട് ചോദിക്കാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി സെക്കൻഡ് പാരാമീറ്റർ ആണ് മാസ് ഡിഫക്റ്റ്. ഈ മാസ് ഡിഫക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ
+2 ലെവലിലുള്ള ബുക്കുകളിൽ അല്ലെങ്കിൽ +2 എൻട്രൻസിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ? ഇപ്പോൾ IIT JEEയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സോ ഒക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ മാസ് ഡിഫക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അവിടുന്ന് ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റർ ഇല്ലാണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. കാരണം ഇത് നമ്മുടെ നെറ്റിന് അല്ലെങ്കിൽ ഗേറ്റിന് ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു പോർഷൻ ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ +2 ലെവലിലുള്ള ബുക്കുകളാണ് റെഫർ ചെയ്യേണ്ടത്. +2 ലെവലിലുള്ള IIT JEEയുടെ ബുക്കുകളിലുള്ള മാസ് ഡിഫക്റ്റിന്റെ പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്തിട്ട് വേണം, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം ഈ ഭാഗം ക്ലിയർ ആക്കാൻ. മാസ് ഡിഫക്റ്റ് എന്താ പറയുന്നത്? നമ്മളൊരു ആറ്റം എടുത്തു അല്ലെങ്കിൽ ന്യൂക്ലിയസ് എടുത്തു. അപ്പോൾ നമുക്ക് ന്യൂക്ലിയസിനെ ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ന്യൂട്രോൺ നമ്പർ, അതായത് ഇവിടെ അറ്റോമിക് നമ്പർ, ഇവിടെ മാസ് നമ്പർ, ഇവിടെ ന്യൂട്രോൺ നമ്പർ. ഈ അറ്റോമിക് നമ്പറിനെ തന്നെ നമ്മൾ എന്ത് പറയും? പ്രോട്ടോൺ നമ്പർ എന്ന് പറയാറുണ്ട്. ആൻഡ് ഈ N വേണമെങ്കിൽ ക്യാപിറ്റൽ N കൊടുക്കാം. N എന്ന് പറയുന്നത് A-Z ആണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടുന്ന ഈ അറ്റോമിക് മാസും നമ്മൾ ഒറിജിനലി കാൽക്കുലേറ്റ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനലി കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന അറ്റോമിക് മാസും വ്യത്യാസമുണ്ട്. അപ്പോൾ അത് വരുന്ന ഷിഫ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയാം? മാസ് ഡിഫക്റ്റ് എന്ന് പറയാം. ചേഞ്ച് ഇൻ മാസ് ഈസ് ഡിഫൈൻഡ് ആസ് ZMP, Z times mass of proton plus A-Z into mass of neutron ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂവും മാസ് ഓഫ് ദ ന്യൂക്ലിയസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂവും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ ഒരു ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. ആ ചെറിയ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മാസ് ഡിഫക്റ്റ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഈ മാസ് ഡിഫക്റ്റിനെ ബേസ് ചെയ്തിട്ടും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അത് ഞാൻ അസൈൻമെന്റ് ആയിട്ട് നിങ്ങൾക്ക് തരാം. കാരണം അത് നമ്മൾ +2 പഠിക്കുന്ന പോർഷൻ ആയതുകൊണ്ട് ഞാൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഇനി മാസ് ഡിഫക്റ്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ചോദിക്കുന്ന കാര്യങ്ങളാണ് ബൈൻഡിങ് എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ. നെറ്റിനോ ഗേറ്റിനോ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് ബൈൻഡിങ് എനർജി കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ബൈൻഡിങ് എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്ന എന്ത് ചെയ്യുക? ഈ മാസ് ഡിഫക്റ്റ് കാണുക, ഇൻറ്റു C² ചെയ്യാം. ഇൻറ്റു C² ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടി. ഇനി നമ്മുടെ മാസ് ഡിഫക്റ്റ് അറ്റോമിക് മാസ് യൂണിറ്റിലാണ് നമുക്ക് മാസ് ഡിഫക്റ്റിന്റെ ആൻസർ കിട്ടുക. അങ്ങനെയാണെങ്കിൽ 931.5 MeV കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ബൈൻഡിങ് എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികവും ആൻസർ വരെ MEV, മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്നുള്ള ഫോമിലായിരിക്കും ആൻസർ വരിക. അപ്പോൾ ആ ഫോമിലേക്കുള്ള ആൻസറിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. ബൈൻഡിങ് എനർജി ചോദിച്ചു കഴിഞ്ഞാൽ ആ മാസ് ഡിഫക്റ്റ് ഇൻറ്റു C². അപ്പോൾ ഈ ΔMന്റെ വാല്യൂ, മാസ് ഡിഫക്റ്റിന്റെ വാല്യൂ അറ്റോമിക് മാസ് യൂണിറ്റിലാണെങ്കിൽ മാത്രം എന്ത് ചെയ്യാം? അതിനെ 931.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മെഗാ ഇലക്ട്രോൺ വോൾട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ മെഗാ ഇലക്ട്രോൺ വോൾട്ടിന്റെ ടേമിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി നിങ്ങൾ ഈ ഭാഗത്ത് പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ബൈൻഡിങ് എനർജി ഡിവൈഡഡ് ബൈ ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രോട്ടോണും ന്യൂട്രോണിനെയും കൂടി കമ്പൈൻ ചെയ്ത് വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോൺ എന്നുള്ളത്. അപ്പോൾ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോണും ന്യൂട്രോണും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്? ദാറ്റ് ഇസ് അറ്റോമിക് മാസ്. സോ ബൈൻഡിങ് എനർജി പെർ അറ്റോമിക് മാസ് എന്നുള്ളതാണ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടും ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ നോക്കുന്നതിന് മുന്നേ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളിലുള്ള വാല്യൂസ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവണം. ചിലപ്പോൾ നെറ്റിനൊക്കെ ആണെങ്കിൽ വാല്യൂ തരാൻ ചാൻസ് ഇല്ല, ബട്ട് ഗേറ്റിനൊക്കെ വാല്യൂ തരും. ഇതിപ്പോൾ പ്രോട്ടോണിന്റെ വാല്യൂ 1.67 × 10⁻⁻27 കിലോഗ്രാം ആണ്. അത് വേണമെങ്കിൽ 1.00782 അറ്റോമിക് മാസ് യൂണിറ്റ് ആണ്. അത് MEVയിൽ എഴുതുകയാണെങ്കിൽ 938 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇനി ന്യൂട്രോൺ എടുക്കുകയാണെങ്കിൽ 1.675 × 10⁻⁻27 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണ്. ആൻഡ് 1.00867 അറ്റോമിക് മാസ് യൂണിറ്റ് ആണ്. ഇവിടെ 939 ആവും MEV. ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒന്ന് 938 ആണ്, ഒന്ന് 939 ആണ്.
എന്നാൽ ഇലക്ട്രോണിന്റെ കേസിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മാസ് നമ്പറിന്റെ വാല്യൂ അറിഞ്ഞിരിക്കണം. 9.1 × 10⁻31 കിലോഗ്രാം ആണ്. ആൻഡ് ഇവിടെ വരുന്നത് 0.00055 AMU ആണ്. ആൻഡ് 0.51 MEV. ഈ ഒരു വാല്യൂസ് രണ്ടും ഓർത്തിരിക്കണം. ഈ AMUന്റെ കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചിട്ടില്ലെങ്കിലും വേണ്ടിയില്ല, ഗേറ്റിനൊക്കെ മിക്കവാറും തരാറുണ്ടത്. നെറ്റിന്റെ കേസിൽ ടേബിൾ കാണാപാഠം ആയിട്ട് നിങ്ങൾക്ക് അത് കാണാതെ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവണം. നെറ്റിന് പഠിക്കുന്ന ഒരാളാണെങ്കിൽ ടേബിൾ കാണാതെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഓക്കെ. അപ്പോൾ ഗേറ്റിന്റെ കേസിലൊക്കെ വാല്യൂസ് മിക്കവാറും തരാറുണ്ട്. ഇതിന്റെ ഫാക്ടേഴ്സിന് മാസ് ഓഫ് ഇലക്ട്രോൺ, മാസ് ഓഫ് പ്രോട്ടോൺ, മാസ് ഓഫ് ന്യൂട്രോൺ എന്നൊക്കെ പറഞ്ഞിട്ട് കൺഫ്യൂഷൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ന്യൂക്ലിയസിന്റെ കേസിലും മാസ് ഓഫ് ഇലക്ട്രോൺ ഒക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ എർത്ത് വുഡ് കൺസിസ്റ്റ് ഓഫ് ഓൺലി ന്യൂക്ലിയർ മാറ്റർ, അതായത് എർത്തിൽ മാറ്റർ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം, ന്യൂക്ലിയർ മാറ്റർ മാത്രമേ ഉള്ളൂ എങ്കിൽ വാട്ട് വിൽ ബി ദ റേഡിയസ്? ക്വസ്റ്റ്യൻ എഴുതാം. ഇഫ് ദി എർത്ത് would consist of only nuclear matter, then what will be the radius if mass of the earth is 6 × 10⁻24 kilogram? മാസ് ഓഫ് ദി എർത്ത് എന്ന് പറയുന്നത് 6 × 10⁻24 കിലോഗ്രാം ആണെങ്കിൽ റേഡിയസ് എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ വേറൊരു കാര്യം കൂടെ തന്നിട്ടുണ്ട്. ഡെൻസിറ്റി ഓഫ് ദി എർത്ത് എന്ന് പറയുന്നത് 10⁻17 kg/m³ ആണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെ എന്താ പറയുന്നത്? എർത്തിൽ ന്യൂക്ലിയർ മാറ്റർ മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടുത്തെ റേഡിയസ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യം ഇങ്ങനെ എഴുതി നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക? അറിയാവുന്ന കാര്യങ്ങൾ ഇങ്ങനെ എഴുതി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു കണക്ഷൻ വരും. ഓക്കെ. അപ്പോൾ വോളിയം എന്ന് പറയുന്നത് മാസ് പെർ ഡെൻസിറ്റി ആണ്, അല്ലെങ്കിൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് പെർ വോളിയം ആണ്, അല്ലേ? അപ്പോൾ വോളിയത്തെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 4/3 πr³ ഈക്വൽ ടു മാസ് ബൈ ഡെൻസിറ്റി. ഇവിടുന്ന് ആറിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടും. മാസ് ബൈ ഡെൻസിറ്റി ഇൻറ്റു 3/4π⁻³ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടി. മാസിന്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 6 × 10⁻24. ടിയുടെ വാല്യൂ, ഡെൻസിറ്റിയുടെ വാല്യൂ 10⁻17 ഇൻറ്റു 3/4π⁻³ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ എത്ര കിട്ടും? അറൗണ്ട് 243 മീറ്റർ. അതായത് എർത്തിൽ ന്യൂക്ലിയർ മാറ്റർ മാത്രം ഉണ്ടായിരുന്നതെങ്കിൽ അതിൻ്റെ എർത്തിന്റെ റേഡിയസ് എത്രയായിരിക്കും? ജസ്റ്റ് 243 മീറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ. 243 മീറ്റർ എന്ന് പറയുന്നത് അതൊരു ഇത്രയും ചെറിയൊരു എമൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് ഓർത്ത് വെക്കുക. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നില്ല, ഐഡിയാസ് കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ അറിയാവുന്ന കാര്യങ്ങൾ ഇങ്ങനെ എഴുതി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കണക്ഷൻ അവിടെ കിട്ടും. ആ കിട്ടുന്ന കണക്ഷൻ വെച്ചിട്ട് ചെയ്യാം. ഓക്കെ. ഇനി അടുത്തതാണ് മീൻ സ്ക്വയർ റേഡിയസ്. ഈ ഭാഗത്ത് നിന്ന് നെറ്റിനും സെറ്റിനൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. റേഞ്ച് അല്ല, അതിൻ്റെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടില്ല. അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് വെച്ചതായിരുന്നു. ഓക്കെ, അത് ഞാൻ എടുത്തിട്ടില്ല. ഓക്കെ. നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറീസ് എന്നാണെങ്കിൽ ഇലക്ട്രോ ഡൈനാമിക്സ് എന്നാണ് ക്വസ്റ്റ്യൻ നമുക്ക് കണ്ടാൽ തോന്നും. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു ന്യൂക്ലിയസ് എന്നുള്ള ടേമും കൂടെ ഉണ്ടാവും. ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇലക്ട്രോ ഡൈനാമിക്സിൽ ചെയ്യാനുള്ള പ്രോബ്ലം അല്ലേ, ഓക്കെ ചെയ്യാം എന്നൊക്കെ വിചാരിക്കും. ഇടയ്ക്ക് അതിൻ്റെ ഇടയിൽ ഒരു ന്യൂക്ലിയസ് എന്നുള്ള ടേമും കൂടെ തിരികുമ്പോൾ നമുക്ക് ഡൗട്ട് ആവും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നെറ്റിനും ഗേറ്റിനൊക്കെ ചോദിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. അത് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഫൈൻഡ് mean square radius of nucleus if charge density is
density is rho of r. ചാർജ് ഡെൻസിറ്റിനെ നമ്മൾ റോ എന്നാണ് പറയുക. റോ ഓഫ് ആർ എന്ന് പറയുന്നത് റോ 0 ആണ് ഫോർ ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു റേഡിയസ് ആൻഡ് ഈക്വൽ ടു 0 ഫോർ ആർ ഗ്രേറ്റർ ദാൻ റേഡിയസ്. Where this small r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is defined as distance from the center of the nucleus. Distance from the center of the nucleus. അതിനെയാണ് സ്മോൾ ആർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ഇലക്ട്രോഡൈനാമിക്സിലെ പ്രോബ്ലം ആണെന്ന് തോന്നും. പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഒരു ന്യൂക്ലിയസ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? പിന്നെ മീൻ സ്ക്വയർ റേഡിയസ് വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. വലിയ ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെ കാര്യം, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ റോ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ടോ അല്ലെങ്കിൽ ആറിന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ട് മാത്രമേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുള്ളൂ. റോ എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. റോ ഓഫ് ആർ എന്ന് പറയുന്നത് അവിടെ ആർ റോ 0 ഇ റേസ് ടു മൈനസ് ആർ ബൈ എ. അതായത് സൈൻ തീറ്റ കോസ് തീറ്റ പോലെയുള്ള ടേംസുകളൊന്നും അല്ലെങ്കിൽ കോസ് 5 സൈൻ 5 പോലെയുള്ള സ്പെറിക്കൽ ടേമിലെ ടേംസ് ഒക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരില്ല. നിങ്ങൾക്ക് എന്ത് മാത്രമേ വരുള്ളൂ? റോ എന്ന് പറയുന്നത് റോ 0 അല്ലെങ്കിൽ റോ ഒരു കോൺസ്റ്റന്റ് ആയിട്ടോ അല്ലെങ്കിൽ ആറിന്റെ മാത്രം ഫംഗ്ഷൻ ആയിട്ടുള്ള ടേംസ് ഉള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങൾക്ക് നെറ്റിന് ചോദിക്കുകയുള്ളൂ. കാരണം അതല്ലെങ്കിൽ എന്താണ്, കോംപ്ലിക്കേറ്റഡ് ആണ് ക്വസ്റ്റ്യൻസ്. നമ്മൾ ചെയ്തെടുക്കുമ്പോഴേക്ക് സമയം പോകും. ഓക്കെ, ഇവിടെ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. മീൻ സ്ക്വയർ റേഡിയസ് ആണ് ചോദിച്ചിട്ടുള്ളത്. മീൻ സ്ക്വയർ റേഡിയസ് കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ പഠിച്ചിട്ടുണ്ടാവും മീൻ സ്ക്വയർ റേഡിയസ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഒരു പാരാമീറ്റർ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ എന്ത് ചെയ്യാം? ഈ സൈ സ്റ്റാർ പിന്നെ അവിടെയുള്ള പാരാമീറ്റർ ഏതാണോ അത് ഇൻറ്റു സൈ ഡി എക്സ്, അത് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ പഠിക്കും. അല്ലെങ്കിൽ ഇവിടെ ഡീറ്റോ 3 ഡയമെൻഷൻ ആണെങ്കിൽ ഡീറ്റോ ഡിവൈഡഡ് ബൈ സൈ സ്റ്റാർ സൈ ഡീറ്റോ. ഇതാണ് എക്സ്പെക്ടേഷൻ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. എക്സ്പെക്ടേഷൻ വാല്യൂ ക്വാണ്ടം മെക്കാനിക്സിൽ എക്സ്പെക്ടേഷൻ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ചോദിച്ചിട്ടുള്ളത് മീൻ സ്ക്വയർ റേഡിയസ് ആണ്. മീൻ സ്ക്വയർ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ആർ സ്ക്വയർ. മീൻ സ്ക്വയർ റേഡിയസിന്റെ സ്ക്വയറിന്റെ മീൻ ദാറ്റ് ഈസ് ആർ സ്ക്വയർ എടുത്തിട്ട് അതിന്റെ മീൻ എടുക്കുക. ഓക്കെ, അപ്പോൾ ആർ സ്ക്വയർ എടുത്ത് അതിന്റെ മീൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇന്റഗ്രൽ ഇത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഈ സൈ സ്റ്റാർ സൈ എന്നുള്ളതിനെ ഇവിടെ സൈ സ്റ്റാർ സൈ എന്നുള്ള ടേം ഇല്ലേ, അതിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? റോ ഓഫ് ആർ ആയിട്ട് എടുക്കാം. അതായത് ചാർജ് ഡെൻസിറ്റി എന്നുള്ള ടേമിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആർ സ്ക്വയർ റോ ഓഫ് ആർ ഡി വി ഡിവൈഡഡ് ബൈ റോ ഓഫ് ആർ ഡി വി. ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കുക. ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കുക. കാരണം ഇത് ബേസ് ചെയ്തിട്ട് 2 പ്രാവശ്യം നെറ്റിനും ഗേറ്റിനും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മീൻ സ്ക്വയർ റേഡിയസ് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് ആർ സ്ക്വയർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. റേഡിയസിന്റെ സ്ക്വയറിന്റെ മീൻ എടുക്കുക, മീൻ സ്ക്വയർ റേഡിയസ്. ഓക്കെ, അപ്പോൾ അത് ന്യൂക്ലിയർ ഫിസിക്സിന്റെ ടേമിലേക്ക് എഴുതുമ്പോൾ ക്വാണ്ടം മെക്കാനിക്സിന്റെ ടേമിൽ നമുക്ക് ഇങ്ങനെയായിരുന്നു. ന്യൂക്ലിയർ ഫിസിക്സിന്റെ ടേമിലേക്ക് എഴുതുമ്പോൾ അത് ഈ ഒരു ഫോമിലേക്കാണെന്ന് മാത്രം. ഇനി ഇത് വളരെ സിമ്പിൾ ആണ്. കാരണം എന്താണ്, ഇവിടെ ആറിന്റെ വാല്യൂ സ്ഫെറിക്കൽ കോർഡിനേറ്റ് നമ്മൾ എടുക്കുന്നത്. സ്ഫെറിക്കൽ കോർഡിനേറ്റ്സിൽ ആറിന്റെ വാല്യൂ 0 to ഇൻഫിനിറ്റി വരെ പോകും. തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 to π വരെ പോകും. ഫൈന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 to 2π വരെ പോകും. ആർ സ്ക്വയർ റോ ഓഫ് ആർ ഡി വി. ഈ ഡി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിൽ എന്താണ്? ആർ സ്ക്വയർ സൈൻ തീറ്റ ഡി ആർ ഡി തീറ്റ ഡി ഫൈ. ഇതൊന്നും കേട്ട് ഞെട്ടാൻ നിൽക്കണ്ട. ഇത് ഇലക്ട്രോഡൈനാമിക്സിൽ ബേസിക് ആയിട്ട് വരുന്ന കാര്യമാണ്. നമ്മൾ ഇലക്ട്രോഡൈനാമിക്സ് എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പറയും. ഓക്കെ, അത് ടച്ച് വിട്ടുപോയവരോട് ഞാൻ പറയുന്നത്. ഇത് MSc കഴിഞ്ഞ് കുറേ കാര്യത്തിലുള്ളവർക്ക് ഉണ്ടാവും. നമുക്ക് ഇത് വന്നിട്ടുണ്ടായിരുന്നു, എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇങ്ങനത്തെ ഒരു ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, ഇനി
r equal to 0 to infinity, theta equal to 0 to pi, phi equal to 0 to 2 pi and r square rho of r dv. ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കുക. ഡിവൈഡഡ് ബൈ പിന്നെന്ത് ചെയ്യുക, താഴെ ഒരു നോർമലൈസേഷന്റെ ടേം ഇല്ലേ, അതും ഇതേ ഇന്റഗ്രേഷൻ ഇതേപോലെ ആൻഡ് ആർ സ്ക്വയറിന്റെ ടേം ഒഴിവാക്കിയിട്ട് റോ ഓഫ് ആർ ഡി വി അങ്ങനെ മതി. റോ ഓഫ് ആർ ഡി വി എന്നുള്ള രീതിയിൽ കൊടുക്കുക. ഓക്കെ, ഇനി ഇവിടെ വാല്യൂസ് കൊടുക്കുക. ഈ വാല്യൂസ് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ റോ എന്ന് പറയുന്നത് ആറിന്റെ ഫംഗ്ഷൻ ആയിട്ട് മാത്രമുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരുള്ളൂ. നിങ്ങൾ ലിം സീരീസ് നോക്കിക്കഴിഞ്ഞാൽ ലിം സീരീസിൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ഇന്റഗ്രൽ 0 to pi സൈൻ തീറ്റ ഡി തീറ്റ എന്ന് പറയുന്നത് എത്രയാണ്? ദാറ്റ് ഈസ് 2. അതേപോലെ phi ഈക്വൽ ടു 0 to 2 pi d phi ഇസ് ഈക്വൽ ടു ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 2 pi ആണ്. നമ്മൾ ഹയർ സെക്കൻഡറി മുതൽ പഠിക്കുന്ന കാര്യമാണ്. ഇന്റഗ്രേഷൻ ഉണ്ട്. സൈൻ തീറ്റന്റെ ഡെറിവേറ്റീവ് എടുക്കുക, ലിമിറ്റ് കൊടുക്കുക. ഡി ഫൈന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 5 വരും. 5 ലിമിറ്റ് കൊടുക്കുക 2 pi ആ വാല്യൂ വരും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്റഗ്രേഷന്റെ കോംപ്ലക്സിറ്റി എന്ന് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇവിടെ 2 പൈയും കിട്ടി, ഇവിടെ 2ഉം കിട്ടി അല്ലെ. അതായത് ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 പൈ ഉണ്ട്. അപ്പോൾ ഈ തീറ്റ ഈക്വൽ ടു 0 to pi എന്നുള്ളതും phi ഈക്വൽ ടു 0 to 2 pi എന്നുള്ളതിന്റെ ആൻസർ എന്തായിരിക്കും വരിക? ഈ രണ്ടിന്റെയും കൂടെ ആൻസർ നമുക്ക് വരുന്നത് 4 pi എന്നുള്ളതാണ്. 4 pi 2 into 2 4 into pi എന്നുള്ള ആൻസർ ആണ് അവിടെയും താഴെയും വരിക. അപ്പോൾ അത് തമ്മിൽ കട്ട് ചെയ്ത് പോയിക്കോളും. നമുക്ക് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരുപോലെ വന്നതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്യാം. പിന്നെ ഏത് മാത്രം നോക്കിയാൽ മതി? ഇവിടെ ഇന്റഗ്രൽ ആറിന്റെ വാല്യൂ 0 to ക്യാപിറ്റൽ ആർ വരേക്കാണ് ഏത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? റോ 0 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. r0 raised to 4 dr divided by ഇന്റഗ്രൽ റോ 0 r square dr from r equal to 0 to r. ഇവിടെ എന്തുകൊണ്ടാണ് ആർ സ്ക്വയർ വന്നെന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് വന്നാട്ടോ. ഇവിടുത്തെ ആർ സ്ക്വയർ എന്ന് പറയുന്നത് ഈ ആർ സ്ക്വയർ ആണ്. ഇവിടെ r raised to 4 വരും. ഇവിടെ ഡിനോമിനേറ്ററിൽ ഡി വിയിൽ ഇവിടെ ആർ സ്ക്വയർ ഇല്ലേ, ആ ആറാണ് അവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഇത് നിങ്ങൾ സോൾവ് ചെയ്ത് ബേസിക് ഇന്റഗ്രേഷൻ ആണ്. റോ 0 ഒക്കെ ക്യാൻസൽ ചെയ്ത് പോകും. നിങ്ങൾ ബേസിക് ഇന്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ 0.6 ആർ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള ആൻസർ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടും. ഓക്കെ, ഇനി ഇതേപോലെ ഒരു പ്രോബ്ലം കൂടെ തരാം. നോട്ടിൽ ഞാൻ ഇതിന്റെ കൂടെ തന്നെ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ നോട്ട് ഷെയർ ചെയ്യും. നോട്ടിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ ഉണ്ട്. ഐ മീൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടാവും. ഇനി ഇതേ പ്രോബ്ലം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വേറൊരു ഫംഗ്ഷൻ എടുത്ത് നോക്കുക. റോ ഓഫ് ആർ ഈക്വൽ ടു റോ 0 ഇ റേസ് ടു മൈനസ് ആർ ബൈ എ വെച്ചിട്ട് ചെയ്ത് നോക്കുക. അതേപോലെ റോ ഓഫ് ആർ ഈക്വൽ ടു റോ 0 ഇ റേസ് ടു മൈനസ് എ ആർ, ആർ ബൈ എ എന്നുള്ളതിന് പകരം മൈനസ് എ ആർ വെച്ചിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതേ മോഡലിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈസി ആയിക്കാണ്ട് CSE നെറ്റിന് ചെയ്യാൻ പറ്റും. ഇത് നെറ്റിന് വേണ്ട കാര്യം എന്താണ്? നമ്മൾ മാക്സിമം പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് ആ ലിങ്ക് നമുക്ക് കിട്ടുക. കുറേ കണക്ഷൻസ് നമുക്ക് അവിടെ ചെയ്ത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ഗാമ ഫംഗ്ഷന്റെ ഇക്വേഷൻസ് ജസ്റ്റ് ഓർത്ത് വെക്കണം. ഗാമ ഓഫ് n എന്ന് പറയുന്നത് ഈ പ്രോബ്ലം വരുമ്പോൾ ആവശ്യം ഉണ്ടാവും. 0 to infinity e raised to minus x x raised to n minus 1 dx എങ്കിൽ ഗാമ ഓഫ് n plus 1 എന്ന് പറയുന്നത് n ഗാമ n ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ. ദിസ് ഇസ് ഗാമ. ഇത് മാത്തമാറ്റിക്സിൽ നമ്മൾ പഠിക്കും. ഗാമ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, അത് ഈ ഒരു രണ്ട് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്കിത് അപ്ലൈ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും. ഓക്കെ, ഇനി ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.
ഇല്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് പറയുന്നതാണ് മാഗ്നറ്റിക് മൊമെന്റ്. മാഗ്നറ്റിക് മൊമെന്റിന്റെ ഈ ഒരു കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് കുറേ വരാറുണ്ട്. ബട്ട് അതിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. The mean momentum of a nucleon in a nucleus with the mass number A varies as. എന്തായിരിക്കും വരിക? ഗേറ്റിന് വന്നിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ്. മീൻ മൊമെന്റം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മീൻ മൊമെന്റം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മീൻ മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ആലോചിക്കും നിങ്ങൾ. മീൻ മൊമെന്റം ഒന്നുമില്ല, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മൊമെന്റ് എടുക്കുക, അതിന്റെ എക്സ്പെക്ടേഷൻ വാല്യൂ, അതാണ് മീൻ മൊമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ മീൻ മൊമെന്റം കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. Mean momentum of a nucleon in a nucleus with mass number A varies as. എന്താണ് ഇതിന്റെ ആൻസർ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. നമുക്കറിയാവുന്ന കാര്യം എന്താണ്? ഒരു ക്വസ്റ്റ്യൻ ഞാൻ വിട്ടുപോയോ? ഇവിടെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കി ആൻസർ പറഞ്ഞേ. ഏതായിരിക്കും ആൻസർ വരാൻ ചാൻസ് ഉള്ളത് എന്നുള്ളത് ഒരു 2 മിനിറ്റ് സമയം തരാം, നിങ്ങളൊന്ന് പറഞ്ഞേ. ഓക്കെ, ഡി ആണ് ആൻസർ വരുന്നത്. എങ്ങനെയാ നോക്കാം. ഇവിടെ നമുക്ക് അറിയാവുന്ന കാര്യം എന്താണ്? ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി എന്ന് പറയുന്നത് എച്ച് ബാർ ആണ്. അതെന്ന് കിട്ടിയേ? ഹെയ്സൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട്. ഈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എടുക്കാം? ഇവിടെ റേഡിയസ് ഓഫ് ദി ന്യൂക്ലിയസ് ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ പി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എച്ച് ബാർ ബൈ ഡെൽറ്റ എക്സ്. ഇവിടെ ചിലപ്പോൾ എച്ച് ബാർ ബൈ 2 ഒക്കെ വരാം, അതൊന്നും നമ്മൾ നോക്കുന്നില്ല. ആ പോർഷൻ ഒന്നും നമുക്ക് നോക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് ബേസിക് ഇക്വേഷൻ മാത്രം നോക്കുക. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി എന്ന് പറയുന്നത് എച്ച് ബാർ ആണ്. അപ്പോൾ ഡെൽറ്റ പി എന്ന് പറയുന്നത് എച്ച് ബാർ ബൈ ഡെൽറ്റ എക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ബാർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ആർ. ആൻഡ് എച്ച് ബാർ ഡിവൈഡഡ് ബൈ ഈ ഡെൽറ്റ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എക്സ്പെക്ട് റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് ആർ. ക്യാപിറ്റൽ ആർ ആണ്. ഇതേ കാര്യം തന്നെയാണ് ഇവിടെയും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഡെൽറ്റ ആർ എന്നുള്ളത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? R0 അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകാതെ തന്നെ R0 a raised to 1/3 എന്ന് എഴുതാൻ പറ്റും. അതല്ലെങ്കിൽ മൊമെന്റം, മീൻ മൊമെന്റം ഈസ് പ്രൊപ്പോർഷണൽ ടു a raised to -1/3 എന്നുള്ള ഫോമിലേക്ക് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാണ്ട് പറയുകയാണെങ്കിൽ ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് ഡെൽറ്റ പി എന്ന് പറയുന്നത് എച്ച് ബാർ ബൈ ഡെൽറ്റ എക്സ് ആണ്. ഈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ഡെൽറ്റ ആർ ആണ്. അപ്പോൾ ആർ എന്ന് പറയുന്നത് R0 a raised to 1/3 ആണ് അല്ലെ? ആ ഡെൽറ്റയൊക്കെ ഒഴിവാക്കുക, നമ്മൾ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഡെൽറ്റയൊക്കെ ഒഴിവാക്കിയിട്ട് R ഈക്വൽ ടു R0 a raised to 1/3 എന്ന് കൊടുക്കുക. അപ്പോൾ എച്ചും R0യും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഏത് പാരാമീറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ? a raised to 1/3 എന്നുള്ള പാരാമീറ്റർ മാത്രമേ അവിടെ വരുള്ളൂ. ഓക്കെ, ഇതേപോലെ അപ്പോൾ a raised to -1/3, അപ്പോൾ a raised to -1/3 എന്നുള്ളതാണ് അവിടെ വരുന്ന ആൻസർ. പിന്നെ റൂട്ട് മീൻ സ്ക്വയർ അല്ലെങ്കിൽ RMS എനർജി ഓഫ് എ ന്യൂക്ലിയോൺ ഇൻ എ ന്യൂക്ലിയസ് ഓഫ് അറ്റോമിക് നമ്പർ A ഇൻ ദി ഗ്രൗണ്ട് സ്റ്റേറ്റ് വേരീസ് ആസ്. റൂട്ട് മീൻ സ്ക്വയർ ആണ് ചോദിച്ചിട്ടുള്ളത്. റൂട്ട് മീൻ സ്ക്വയർ ഓഫ് എനർജി ആണ് ചോദിച്ചിട്ടുള്ളത്. ഇത് RMS വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് കൈനറ്റിക് എനർജിയുടെ സ്ക്വയർ. ഇതെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? നേരത്തെ പറഞ്ഞ പോലെ റിലേറ്റ് ചെയ്യിക്കാൻ നോക്കുക. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പി സ്ക്വയർ ബൈ
2m. നേരത്തെ നമുക്ക് എന്ത് കിട്ടിയിരുന്നു? റേഡിയസ് എന്ന് പറയുന്നത് a raised to 1/3 പ്രൊപ്പോർഷണൽ ആണെങ്കിൽ മൊമെന്റ് എന്ന് പറയുന്നത് a raised to -1/3 പ്രൊപ്പോർഷണൽ ആണെന്നുള്ളത് കഴിഞ്ഞ നെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഈ നെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ചോദിച്ചു? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോൾ കൈനറ്റിക് എനർജി എന്ത് വരും? കൈനറ്റിക് എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു p സ്ക്വയർ, ദാറ്റ് ഈസ് a raised to -1/3 ഹോൾ സ്ക്വയർ എന്ന് വരും, which is equal to proportional to a raised to -2/3. ഇങ്ങനെ എപ്പോഴും നിങ്ങൾ നോക്കുകയാണെങ്കിൽ നെറ്റിന്റെ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മൾ എപ്പോഴും ക്ലാസിക്കൽ മെക്കാനിക്സിലൊക്കെയാണ് അധികം കാണാറുള്ളത്. അതായത് ഒരു റിലേഷൻ കാണാൻ പറ്റും. അവിടെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ അതേ സ്റ്റെപ്പ് ആയിരിക്കും വരിക, ഒരു ചെറിയൊരു കണക്ഷൻ അത് തമ്മിലുണ്ടാവും. ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന ആൻസർ എന്ന് പറയുന്നത് a raised to -2/3 എന്ന് പറയുന്ന ആൻസർ ആണ്. അത് വലിയ വലിയ ടേം ഒക്കെ തന്നെ നമ്മൾ കൺഫ്യൂഷൻ ആക്കിയെന്നേ ഉള്ളൂ. ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി റേഞ്ച് നമുക്ക് ഓക്കെ. റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കൂടെ പറയാം. റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് c ഇൻറ്റു ഡെൽറ്റ ടി. അത് ഓർത്തിരിക്കുന്നത് വെലോസിറ്റി ഓഫ് ദ ലൈറ്റ് ഇൻറ്റു ഡെൽറ്റ ടി എന്നുള്ളതിനെ നമ്മൾ റേഞ്ച് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ range of the nuclear force between two nucleon due to the exchange of pion is, range എത്രയും തന്നിട്ടുണ്ട്? 1.40 Fermi meter ആണ് തന്നിട്ടുണ്ട്. If the mass of the pion is, mass of the pion എന്ന് പറയുന്നത് 140 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ബൈ t സ്ക്വയർ ആണ്, and mass of the raw meson is 770 mega electron volt per c square. Then the range of the force due to the exchange of raw meson. അപ്പോൾ ക്വസ്റ്റ്യൻ ഒക്കെ വലിയ ക്വസ്റ്റ്യൻ ആണ്. നെറ്റ് ജൂൺ 2017 ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്ത് ആലോചിച്ചാൽ മതി, എന്തെങ്കിലും ഒരു റിലേഷൻ തമ്മിൽ ഉണ്ടാക്കുക. റേഞ്ച് എന്ന് പറയുന്നത് r equal to c ഡെൽറ്റ ടി നമുക്കറിയാം. അപ്പൊ c അവിടെ നിൽക്കട്ടെ. നമുക്ക് എന്തറിയാം? ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ടി ഈക്വൽ ടു എച്ച് ബാർ ആണെന്ന് അറിയാം. ഡെൽറ്റ ഇന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എം സി സ്ക്വയർ. ഇതും ഹൈസൻബർഗിന്റെ വേറെ റിലേഷൻ ആണ്. ഇൻറ്റു ഡെൽറ്റ ടി ഈക്വൽ ടു എച്ച് ബാർ. അപ്പൊ ഇവിടുന്ന് ഡെൽറ്റ ടി ഈക്വൽ ടു എച്ച് ബാർ ബൈ എം സി സ്ക്വയർ. പിന്നെ ഈ വാല്യൂ ഓർത്ത് വെക്കുക. എപ്പോഴും പ്രോബ്ലം വരുമ്പോൾ ഈ വാല്യൂ ഓർത്ത് വെക്കുക. എച്ച് ബാർ ഇൻറ്റു സി എന്ന് പറയുന്നത് 199 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഫെർമി മീറ്റർ ആണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഓപ്ഷൻസ് ഒക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂസ് ആണ് ഉള്ളതെങ്കിൽ 200 എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അത് തൊട്ടടുത്ത വാല്യൂസ് അല്ല, നിങ്ങൾക്ക് 0.2 0.25 0.3 എന്നുള്ള പോലെയൊക്കെയാണ് ആൻസർ വന്നിട്ടുള്ളതെങ്കിൽ 200 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്നുള്ളത് ഫെർമി മീറ്റർ എന്നുള്ളത് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ റേഞ്ചിന്റെ ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടി? എച്ച് ബാർ സി ബൈ എം സി സ്ക്വയർ എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു എച്ച് ബാർ സി ബൈ എം സി സ്ക്വയറിൽ എമ്മിന്റെ വാല്യൂ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 770 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ബൈ സി സ്ക്വയറും, ആ സി സ്ക്വയറും ഈ സി സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോകും. ഈ മെഗാ ഇലക്ട്രോണും ഈ മെഗാ ഇലക്ട്രോൺ വോൾട്ടും ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ 200 ഉണ്ട്, ഇവിടെ 770 ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 0.25 ഫെർമി മീറ്റർ എന്നുള്ള മോഡലിൽ ചോദിക്കും. ഇതിപ്പോൾ നെറ്റ് 2017 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ റേഞ്ചിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചു കാണുന്നുണ്ട്. അപ്പോൾ അതും അറിഞ്ഞിട്ടുണ്ടാവണം. ഇനി അടുത്ത് നമ്മൾ പറയുന്ന ഇതിൽ നമ്മളിപ്പോ ഓർത്തിരിക്കേണ്ട കാര്യം r equal to r0 raised to 1/3 എന്നുള്ള കൺസെപ്റ്റ്. പിന്നെ ഡെൻസിറ്റി ഓഫ് ദ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അത് വളരെ ബേസിക് ആയ കാര്യം ആയതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഞാൻ പറഞ്ഞല്ലോ +2 മുതൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഡെൻസിറ്റി ഓഫ് ദ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ട് +2 മുതലേ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ആ കുഞ്ഞു കുഞ്ഞു പോർഷൻസ് ഒക്കെ ഞാൻ വിട്ടിട്ടുണ്ട്.
അതല്ലാതെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നെറ്റിനും ഗേറ്റിനും വരുന്ന പോർഷൻസ് ഒക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ബൈൻഡിങ് എനർജി നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ബൈൻഡിങ് എനർജി ഓഫ് ന്യൂക്ലിയോൺ ഏറ്റവും കൂടുതൽ ഏതിനാണുള്ളത്? അയണിനാണുള്ളത്. അതൊരുവിധം ഗേറ്റിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. 2000 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ ബൈൻഡിങ് എനർജി ഓഫ് ന്യൂക്ലിയോൺ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലുള്ള, ഇവിടെ ഒരു ഗ്യാപ്പ് കുറച്ച് ഇങ്ങനെ കണ്ടിട്ടോ, ഇങ്ങനെ ഒരു രീതിയിലാണ് ഗ്രാഫ് വരുന്നത്. അത് ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ഇതെന്ന് പറയുന്നത് അയണിനാണ്. അയൺ 56-നാണ്. ഓക്കെ, അപ്പൊ അതിന്റെ അറ്റോമിക് മാസ് ചോദിച്ചു കഴിഞ്ഞാൽ 56 ആണ്. അയൺ ആണ്. അയണിന്റെ അറ്റോമിക് നമ്പർ 36 ആണ് തോന്നുന്നു, 36. ഓക്കെ, അതിന്റെ വാല്യൂ, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണിന്റെ വാല്യൂ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 8 MeV ആണ്. ഇനി നമ്മൾ പറയുന്നത് എന്താണ്? ന്യൂക്ലിയസ് ഒരു സ്ഫെറിക്കൽ ഷേപ്പിലുള്ളതെന്ന് അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്? R = R0 1/3 എന്നുള്ള ഇക്വേഷൻ ഒക്കെ പറഞ്ഞു. ശരിക്കും ന്യൂക്ലിയസിന് സ്ഫെറിക്കൽ ഷേപ്പ് ആണോ? അല്ല. ന്യൂക്ലിയസിന്റെ ഒരു സ്ഫെറിക്കൽ സിമെട്രി എത്രത്തോളം ഉണ്ടെന്ന് മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റി ആണ് ക്വാഡ്രാപോൾ മൊമെന്റ് എന്ന് പറയുന്നത്. ക്വാഡ്രാപോൾ മൊമെന്റ് എന്ന് പറയുന്ന ടേം എന്ന് പറയുന്ന എത്രത്തോളം സ്ഫെറിക്കൽ സിമെട്രി അതിനുണ്ട് എന്നുള്ളത് മെഷർ ചെയ്യുന്ന ടേം ആണ്. അതായത് ഈ പറയുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോഡൈനാമിക്സിൽ നമുക്ക് പഠിക്കാനുള്ള ഇക്വേഷൻ ആണ്. V = 1/4πε0 1/r rho dz plus 1/4πε0 1/r² r dash cos theta rho dash dz dash plus 1/4πε0 r³ r² 3 cos square theta minus 1 rho dr/2. ഇത്രയും വലിയൊരു ഇക്വേഷൻ കണിഞ്ഞിട്ടൊന്നും വേണ്ട. ഇതെന്ന് പറയുന്നത് മോണോപോൾ കാണിക്കുന്ന ഇക്വേഷൻ ആണ്. ഇത് ഡൈപോൾ കാണിക്കുന്ന ഇക്വേഷൻ ആണ്. ഇത് ക്വാഡ്രാപോൾ കാണിക്കുന്ന ഇക്വേഷൻ ആണ്. ഇലക്ട്രോഡൈനാമിക്സിൽ പറയും. ന്യൂക്ലിയസിന്റെ കേസിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മോണോപോൾ കാണിക്കുന്ന ഈ ടേം എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 0 ആയിരിക്കും. ഡൈപോൾ മൊമെന്റ് കാര്യം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും 0 ആയിരിക്കും. ബട്ട് ഈ ക്വാഡ്രാപോൾ മൊമെന്റ് വാല്യൂ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണ്. ഇപ്പൊ ഞാൻ എന്തിനാ അവിടെ പറഞ്ഞതെന്ന് അറിയോ? ഇത് വെച്ച് ഗേറ്റിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഗേറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? The intrinsic electric dipole moment of a nucleus XZA is ഏതായിരിക്കും വരിക? ഇൻട്രിൻസിക് ഇതിന്റെ ടേമിൽ കുറച്ച് വാല്യൂസ് ഒക്കെ കൊടുത്തുന്നേ ഉള്ളൂ. ഇൻട്രിൻസിക് എന്നുള്ള ടേം ഒക്കെ കൊടുത്തുന്നേ ഉള്ളൂ. കാര്യം എന്താ ചോദിച്ചിട്ടുള്ളത്? ന്യൂക്ലിയസിന്റെ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ വാല്യൂ നെറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നെറ്റ് ഡിസംബർ 2013 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ വാല്യൂ എന്താണ് വരുന്നത്? ഇസ് ആൾവേസ് 0. അതായത് ന്യൂക്ലിയസിന് ഡൈപോൾ മൊമെന്റ് അല്ല ഉള്ളത്, മോണോപോൾ മൊമെന്റും അല്ല ഉള്ളത്. ഏത് മാത്രമേ ഉള്ളൂ? ക്വാഡ്രാപോൾ മൊമെന്റ് മാത്രമേ വരുന്നുള്ളൂ. സോ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. അത് ഇങ്ങനത്തെ ക്വസ്റ്റ്യനും ഇടയ്ക്ക് നെറ്റിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നവർക്ക് ചിലപ്പോൾ സിമ്പിൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് തരും. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവണമെന്നില്ല. ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക, പിന്നെ എഴുതിയാൽ മതി. ഇനി ഈ Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാഡ്രാപോൾ മൊമെന്റിന്റെ ടേം നമ്മൾ ഡിഫൈൻ ചെയ്തത് r² × 3 cos square theta minus 1 എന്നാണ്. നമ്മൾ ഇക്വേഷനിൽ ഇത് എവിടെ എഴുതിയിട്ടുണ്ട്? r² × cos square theta minus 1. ഈ ഒരു ഇക്വേഷൻ, ഈ ഒരു പോർഷനെയാണ് നമ്മൾ ക്വാഡ്രാപോൾ മൊമെന്റ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. അതിനെ വേണമെങ്കിൽ നമുക്ക് 3z² minus r² എന്നും പറഞ്ഞിട്ടും എഴുതാറുണ്ട്. അപ്പോൾ ഒരു സ്ഫിയർ എടുക്കുകയാണെങ്കിൽ സ്ഫിയറിന്റെ കേസിൽ എന്താണ് നമുക്കറിയാം? x² + y² + z² = r². ഇതാണ് ഒരു സ്ഫിയറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്.
ആൻഡ് സ്ഫിയറിന്റെ കേസിൽ എന്താന്ന് കൂടെ പറയാൻ പറ്റും, റേഡിയസ് കോൺസ്റ്റന്റ് ആണെന്നുള്ളത് കൊണ്ട് തന്നെ എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ സ്ക്വയർ ഈക്വൽ ടു സെഡ് സ്ക്വയർ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും, which is equal to r square by 3 because plus x square plus y square plus z square equal to r square by 3 വരും. കാരണം എന്താണ്, x square equal to y square equal to z square ആണെങ്കിൽ നമുക്ക് അവിടെ r square by 3 എന്ന് എഴുതിക്കൂടെ? അപ്പോ അത് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ കൊടുത്തു നോക്കുക, 3z സ്ക്വയർ മൈനസ് സോറി q എന്ന് പറയുന്നത് r 3z സ്ക്വയർ മൈനസ് r സ്ക്വയർ എന്നുള്ളതിൽ സ്ഫിയറിന്റെ കേസ് നമുക്ക് എന്താ എഴുതാൻ പറ്റും, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ബൈ 3 എന്ന് എഴുതാൻ പറ്റും. അതല്ലെങ്കിൽ 3r സ്ക്വയർ ബൈ 3 മൈനസ് ആർ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ സ്ഫിയറിന്റെ കേസിൽ എന്താണ്, ക്വാഡ്രാപോൾ മൊമെന്റ് എന്ന് പറയുന്നത് 0 ആണ്. കാരണം സെഡ് സ്ക്വയർ നമുക്ക് ആർ സ്ക്വയർ ബൈ 3 എന്ന് എഴുതാം. കാരണം എന്താണ്, എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ സ്ക്വയർ ഈക്വൽ ടു സെഡ് സ്ക്വയർ ആണ് സ്ഫിയർ ആയതുകൊണ്ട്. അപ്പോൾ ക്വാഡ്രാപോൾ മൊമെന്റ് ഓഫ് സ്ഫിയർ എന്ന് പറയുന്നത് 0 ആണ്. എന്നാൽ ക്വാഡ്രാപോൾ മൊമെന്റ് നമ്മൾ 3 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് സ്ഫിയറിന്റെ കേസിൽ, രണ്ടാമത്തത് പ്രോലൈറ്റ്, മൂന്നാമത്തത് ഒബ്ലേറ്റ്. പ്രോലൈറ്റും ഒബ്ലേറ്റും. അപ്പോൾ സ്ഫിയറിന്റെ കേസിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, q എന്ന് പറയുന്നത് 0 ആണെന്ന് പറയാൻ പറ്റും. പ്രോലൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ q ഗ്രേറ്റർ ദാൻ 0. ഈ ക്യൂവിന്റെ വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് പി പോസിറ്റീവ് ആയിട്ടുള്ളത്. ഒബ്ലേറ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് തടിച്ച എന്നെപ്പോലൊക്കെ തടിച്ച ആൾക്കാരൊക്കെ വിചാരിക്കാം. അപ്പൊ തടിച്ച ആൾക്കാരൊക്കെ വിചാരിക്കുകയാണെങ്കിൽ ഒബ്ലിസിറ്റി എന്ന് പറയില്ലേ. അപ്പോൾ ഒബ്ലേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ക്യൂവിന്റെ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണ്. ഓർ ക്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഈ പ്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ ചെയ്യുന്നത് നമ്മുടെ പ്രോലൈറ്റിന്റെ ഷേപ്പ് ഇങ്ങനെയായിരിക്കും. അതായത് പ്രോട്ടോണും ന്യൂട്രോണും അലൈൻ ചെയ്തിട്ടുണ്ടാവുക എലോങ് ദി ആക്സിസ് ആണ്. ആക്സിസിന് എലോങ് ആയിട്ട് തന്നെയായിരിക്കും പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും അറേഞ്ച്മെന്റ്. അതിനെയാണ് പ്രോലൈറ്റ് ക്വാഡ്രാപോൾ മൊമെന്റ് എന്ന് പറയുന്നത്. ഒബ്ലേറ്റ് ക്വാഡ്രാപോൾ മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോണും ന്യൂട്രോണും പെർപെൻഡിക്കുലർ ആയിട്ട്, ഒബ്ലേറ്റ് എന്ന് പറയുമ്പോൾ ഈ തടിച്ച ഷേപ്പ് ആലോചിച്ച് നോക്കുക. അപ്പോൾ തടിച്ച ഷേപ്പ് ആലോചിച്ച് നോക്കുമ്പോൾ ഒബ്ലേറ്റ് ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആയിട്ട് ആക്സിസിന്, ഇതാണ് നമ്മുടെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് ഒബ്ലേറ്റ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ ക്വാഡ്രാപോൾ മൊമെന്റിനെ ബേസ് ചെയ്തിട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറയും. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടികളുടെ എണ്ണം വളരെ കുറവായതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. കാരണം ഡെമോ ആയിട്ട് നമ്മൾ എടുക്കുന്നുള്ളൂ. ജോയിൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിലേക്ക് ഐസോടോപ്സ്, ഐസോബാർ, ഐസോമേഴ്സ്, ഐസോടോൺസ് ഇതൊക്കെ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരിക. മിറർ ന്യൂക്ലിയൈ ഇങ്ങനത്തെ കാര്യങ്ങൾ എന്താണെന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരിക. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അത് പറയും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പിന്നെ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഈ നമ്പറിൽ കിട്ടുന്നില്ല എങ്കിൽ 7025508979 ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഈ ഒരു നമ്പറിൽ ഏതിൽ വേണമെങ്കിലും കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.